ഞാൻ 3 വസ്തുതാപരമായ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടങ്ങാം എന്നാണ് കരുതുന്നത്. ഒന്ന്, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. രഘുനാഥ് മോഹൻലാലിന്റെ കേണൽ പദവി തിരിച്ചെടുക്കാൻ ഞാൻ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് ഖേദപ്രകടനവും പിന്നീട് 24 വെട്ടുകൾ എന്നുള്ള നിർദ്ദേശവും വരുന്നത് അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്. കോഴിക്കോട് നിന്ന് ഒരു പരാതി BJP പോയിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ഒരു പരാതി പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം, BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇതിൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയോ എന്ന ചോദ്യത്തിന് BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് C. രഘുനാഥ് നമുക്കെല്ലാവർക്കും തന്നിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ബൈറ്റിൽ പറയുന്ന വാചകം ഇതാണ്: കേണൽ പദവി റദ്ദാക്കാനായിട്ട് ആവശ്യപ്പെടുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇത് BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഇതാണ്. അപ്പോൾ സമ്മർദ്ദം ചെലുത്തിയില്ല എന്നുള്ള വാദം തെറ്റ്. 2, യുവമോർച്ച പ്രവർത്തകരായ ഗണേഷാണ് ഇതിൽ ഐസിസ് ബന്ധം ആരോപിക്കുന്നതും ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് പൃഥ്വിരാജിന് ആരൊക്കെ വിദേശ ബന്ധങ്ങൾ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കണമെന്നും പറയുന്നത്. ജോർദാനിൽ പോയി കോവിഡ് സമയത്ത് കുടുങ്ങിയിരിക്കുന്ന സമയത്ത് അതും യുവമോർച്ചയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. 3, RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ തുടർച്ചയായിട്ട് ക്രിസ്ത്യൻ സമുദായത്തെ ഇളക്കി മറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദരായിരിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ലേഖനം എഴുതിയത് ഇന്നലെയാണ്. ഇന്ന് 5ാമത്തെ ലേഖനവും വരുന്നു. സിനിമ തീവ്രവാദത്തെ ന്യായീകരിക്കുന്നു എന്നതാണ് ഓർഗനൈസറിന്റെ പക്ഷം. RSSന്റെ മൗത്ത് പീസായ ഓർഗനൈസർ തന്നെ ഈ വിഷയത്തിൽ ശക്തമായ സമ്മർദ്ദവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് 3ാമത്തെ ഫാക്ട്. 4ാമത്തേതാണ് ഇന്ന് BJP തള്ളി പറഞ്ഞിരിക്കുന്നെങ്കിലും കോടതിയിൽ പോയി പരാജയപ്പെട്ട് ഇളിഭനായി തീർന്ന ഒരു ഹർജി. അതിന് പേരിൽ ഇപ്പോൾ സെൻസർ ബോർഡിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 4ാമത്തെ പ്രധാനപ്പെട്ട ടേക്ക്. ഇനി ഈ വ്യക്തികളല്ല യഥാർത്ഥത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. ഒരു സംവിധാനമാകെ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടു പോകുന്ന നിലയിലാണ് സൈബർ ലിഞ്ചിങ് നമ്മൾ നടന്നിരിക്കുന്നത്. ആ സൈബർ ലിഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ എമ്പുരാൻ എന്ന സിനിമയിൽ 24 കെട്ട് വന്നിരിക്കുന്നത്. ആ സമ്മർദ്ദം എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ വ്യക്തികൾ നേരിട്ട് നടത്തുന്ന സമ്മർദ്ദമല്ല. നേരത്തെ സുജയ ഫാസിസത്തെ നിർവചിച്ചത് ഏതെങ്കിലും ഒരു പോലീസുകാരനോ ഏതെങ്കിലും ഒരു പട്ടാളമോ. ആ ഫാസിസം അല്ല ഇന്ന് ഇന്ത്യയിൽ പതിപ്പ് എന്ന് പറയുന്നത്. അത് നവഫാസിസമാണ്. അതിൻ്റെ രൂപം എന്ന് പറയുന്നത് സമൂഹം സ്വയമേവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഓട്ടോമാറ്റിക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, സ്വയം പര്യാപ്തമായ ഒരു ഫാസിസ്റ്റ് സമൂഹമായി നമ്മൾ മാറുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സമ്മർദ്ദം സൈബർ ലിഞ്ചിങ്ങായി വരുന്നത്, ആൾക്കൂട്ട സമ്മർദ്ദമായി വരുന്നത്, ഈ പറയുന്ന ബജ്റംഗിൻ്റെയും ഹനുമാൻ സേനയുടെയും ഒക്കെ സമ്മർദ്ദമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് സമ്മർദ്ദമില്ല എന്ന വാദം തെറ്റ്. 2, വിശ്വരൂപത്തിന് കേരളത്തിൻ്റെ റിലീസിങ്ങിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ തെക്കേ ഇന്ത്യയിൽ വളരെ നന്നായിട്ട് ആ സിനിമ റിലീസ് ചെയ്തു, വളരെ നന്നായിട്ട് കളിച്ച സിനിമ കേരളത്തിലാണെന്ന് മാത്രമല്ല കേരള പോലീസ് എല്ലാ തിയേറ്ററുകളിലും പ്രൊട്ടക്ഷൻ കൊടുത്താണ് വിശ്വരൂപം എന്ന സിനിമ പ്രദർശിപ്പിച്ചത്. ആ വാദവും തെറ്റ്. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അല്ലല്ല താങ്കൾ ഇങ്ങനെ വാദം ഒന്ന് കേരളത്തിലെ സെൻസർ ബോർഡ് ഇതേവരെ വിശ്വരൂപത്തിന്റെ എഡിറ്റ് ആ അർത്ഥത്തിൽ നിർവഹിക്കാൻ തീരുമാനിച്ചിരുന്നോ? കേരളത്തിലെ ഏത് സെൻസർ ബോർഡ്, ഏത് അംഗമാണത് സെൻസർ ബോർഡ് വേണമെന്ന് ആവശ്യപ്പെട്ടത്, സെൻസറിങ് വേണമെന്ന് ആവശ്യപ്പെട്ടത്? തമിഴ്നാട്ടിൽ നടന്ന കാലത്ത് നിങ്ങൾ എങ്ങനെ കേരളത്തിൽ അട്രിബ്യൂട്ട് ചെയ്യുക? അന്ന് തമിഴ്നാട്ടിലെ ഏത് സർക്കാരാണ് ഭരിച്ചത്? BJPയുമായിട്ട് അവർക്ക് എന്താ ബന്ധം? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക്, അണ്ണാ-DMK സർക്കാരാണോ DMK സർക്കാരാണോ പിൻവലിച്ചത്? സർക്കാരാണ് അല്ലേ? സഖ്യം എപ്പോഴാണ്? അപ്പൊ നോക്കൂ, അണ്ണാ-DMK സർക്കാരല്ലേ അത് പിൻവലിച്ചത്? ജയലളിതയല്ലേ പിൻവലിച്ചത്? DMK ആണോ? അതെ, DMK അല്ലല്ലോ. എന്നാൽ ഞാൻ പറയാം, വികടൻ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാസികയുണ്ട് തമിഴ്നാട്ടിലെ. ആ വികടൻ എന്ന ഡിജിറ്റൽ മാസിക എന്തുകൊണ്ടാണ് കേന്ദ്ര മന്ത്രാലയം റദ്ദ് ചെയ്തത്? കേന്ദ്ര മന്ത്രാലയം അതിൻ്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണത് ഡിജിറ്റലിൽ അത് ബ്ലാക്ക് ഔട്ട് ചെയ്തത്? ഒറ്റ കാര്യമുള്ളൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു വികടൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഡിജിറ്റൽ മാഗസിൻ. അതിന് DMK നേതാവ് തമിഴ്നാട് സ്റ്റാലിൻ ഇന്ദിരാഗാന്ധിയല്ലേ അടിയന്തരാവസ്ഥ കാലത്ത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, മറുപടി ആന്റണി പെരുമ്പാവൂരിലില്ലാത്ത പ്രശ്നം ഡോക്ടർ അരുണിന് തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. ആന്റണി പെരുമ്പാവൂരിലില്ലാത്ത വിഷമം ഡോക്ടർ അരുൺ കാണിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരാൾ പറയുമ്പോൾ എന്റെ ഊഴത്തിൽ ഞാനിപ്പോൾ വഴങ്ങുന്നില്ല. താങ്കൾ വഴങ്ങുമ്പോൾ മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. ഞാൻ വഴങ്ങുമ്പോൾ താങ്കൾക്ക് സംസാരിക്കാം. എന്റെ ഊഴത്തിൽ താങ്കൾ ഇടപെടും. താങ്കൾക്ക് വഴങ്ങി നിൽക്കാൻ ഞാൻ അല്ലല്ല, എന്റെ ഊഴം എന്റെ അവകാശമാണ്. എന്റെ ഊഴത്തിന് ഫാസിസമൊക്കെ കൈവച്ചാൽ മതി. അത് ഇങ്ങോട്ട് കേൾക്കൂ. ഇനി 4ാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ, ക്രിസ്ത്യൻ സമുദായം. നേരത്തെ പറഞ്ഞല്ലോ എന്താ 2008 സംഭവിച്ചത്? കാണ്ടമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളും പുരോഹിതരുമാണ് കൊല്ലപ്പെട്ടത്? 39 പേരാ. എത്ര പള്ളികളാണ് തകർത്തത്?
395 പള്ളികളാ തകർത്തത്. മണിപ്പൂര് 395 395. മണിപ്പൂർ തീർന്നില്ല. എത്ര പേരാ ഭവനരഹിതരായത്? 60,000 ക്രിസ്ത്യൻ ഭവനങ്ങളിൽ നിന്നാണ് മനുഷ്യർ ആട്ടിപ്പായിക്കപ്പെട്ടത്. കാണ്ടമാൽ എന്നുള്ളത്. അതുകൊണ്ടാണ് തൃശ്ശൂരിലെ ഓർത്തഡോക്സ് ഭദ്രസനാധിപൻ മിലിത്തിയോസ് തിരുമേനി ഇന്നലെ എഴുതിയത്, നിങ്ങൾ കാണ്ടമാലിൽ മണിപ്പൂരിൽ ദാ ഇപ്പോൾ ഒരു സിനിമയെ കൂടെ കൊന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് അവിടെയാണ്. അത് ക്രിസ്ത്യൻ സമുദായത്തിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഒരു പിന്തുണ കിട്ടാതെ പോയത് BJPക്ക്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിൽ കിട്ടിയെങ്കിലും അതിൻ്റെ രാഷ്ട്രീയം വേറെ. ഇനി ഈ വിഷയത്തിലേക്ക് എത്തിയാൽ ഇതാണ് 4 പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ. ഒന്ന്, ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് ഈ വിഷയത്തിൽ അത് തൃശ്ശൂരിലെ ഓർത്തഡോക്സ് നേതാക്കളും ശ്രീധരൻപിള്ള ഇന്ന് രാവിലെ നമുക്ക് പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞു എന്നുള്ളതാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആണെങ്കിൽ ശരി. 2, വിഘടൻ എന്ന് പറയുന്ന മാസിക സെൻസർ ചെയ്തതാണെങ്കിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം. 3, വിശ്വരൂപം കേരളത്തിൽ പ്രദർശിപ്പിച്ചതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. കേരള പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്താണ് സിനിമ പ്രദർശിപ്പിച്ചത് എന്നുള്ളത്. അന്ന് ഈ സിനിമകളൊക്കെ നമ്മളെല്ലാവരും പോയി കണ്ടതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അന്നും പിന്തുണച്ചവരാണ് നമ്മളെല്ലാവരും എന്നുള്ളതാണ്. എന്തിന് കേരള സ്റ്റോറി എന്ന കേരളത്തിനെതിരായിട്ടുള്ളൊരു സിനിമ പോലും കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. കേരള സർക്കാർ പോലീസോ പോയിട്ട് ആ സിനിമ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. 4, പ്രധാനപ്പെട്ട ഘടകം, കേരളത്തിലെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളും യുവമോർച്ചയുടെ ഭാരവാഹികളും ഈ വിഷയത്തിനെതിരെ ശക്തമായി പ്രത്യക്ഷ സമ്മർദ്ദം നടത്തി എന്നുള്ള 4ാമത്തെ പോയിന്റ്. ഇതാണ് സുജിയോടുള്ള എന്റെ വിയോജിപ്പുകൾ. ഒരു കാര്യം കൂടി ഒരു കാര്യം, അതായത് പിന്നെ ഈ പറയുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ പിന്നെ സർക്കാരിന്റെ ടൂൾ ഉപയോഗിച്ച ആളുകളെ വരട്ടാതെ തന്നെ ഒരു സംഘഭീതി ഉണ്ടാക്കി ചെയ്യാൻ പറ്റും. ടൂൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നരേന്ദ്രമോദി സർക്കാർ ഗംഭീരമായിട്ടൊരു ടൂൾ ഉപയോഗിച്ചു. എപ്പോഴാണെന്നറിയാമോ? BBC ഒരു ഡോക്യുമെന്ററി ഇന്ത്യാസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യത്തിൽ അതേപോലെ മോദിയെ കുറിച്ച് അഹമ്മദാബാദിലെ എന്തിനാ വളരെ പെട്ടെന്ന് ഇഡി റെയ്ഡ് വന്നേ? മുംബൈയില് ഡൽഹിയില് അവർ ഓപ്പറേഷൻസ് നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇന്ത്യാസ് ഡോട്ട് എന്ന് പറയുന്ന ഒരു നിർഭയ കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിർത്തിവെക്കേണ്ടി വന്നില്ല. അത് BJPയുടെ കാലത്ത് പോലും ആയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ വന്നാൽ, ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ്. 1, സംഘപരിവാറിനെ തുറന്നു കാട്ടി ഈ സിനിമ ഈ 24 കട്ടോടുകൂടി പ്രദർശിപ്പിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ളതാണ്. കാരണം 2002 ഈ ഗോദ്ര കലാപവും പിന്നീട് അഹമ്മദാബാദ് റയോട്ടും നരോദ പാർട്ടിയും നടക്കുമ്പോൾ അന്ന് ജനിച്ച കുഞ്ഞിന് ഇപ്പോൾ പ്രായം 23 വയസ്സാണ്. അതായത് 23 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. 2K കിഡ്സ് എന്നറിയപ്പെടുന്ന 17ഉം 18ഉം വയസ്സുള്ള അടുത്ത വോട്ടർമാരായിട്ട് വരുന്ന ന്യൂജൻ പിള്ളേരുണ്ടല്ലോ, ഇവർക്ക് ഗോദ്രയും ഈ പറയുന്ന അഹമ്മദാബാദ് റയോട്ടും ഒക്കെ പാഠപുസ്തകങ്ങളിൽ മാസ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററിയാണ്. അഥവാ പൂർണ്ണമായിട്ടും പഠിപ്പിക്കപ്പെടാതെ പോയ ഹിസ്റ്ററിയാണ്. ആ പഠിപ്പിക്കപ്പെടാതെ പോയ ഹിസ്റ്ററിയിൽ ബാബു ബജറംഗി എന്ന പേരുവിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും കേട്ടിട്ടില്ലെന്ന് എനിക്കുറപ്പാണ്. നരോദ പാട്ടി എന്ന കേസും കേട്ടിട്ടില്ല. കൗസർ ബാനു എന്ന് പറയുന്ന പൂർണ്ണഗർഭിണിയായ സ്ത്രീ എങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കേട്ടില്ല. മായ കൊട്നാനി എന്ന് പറയുന്ന BJPയുടെ ഒരു ഗൈനോക്കോളജിസ്റ്റായ മന്ത്രിയെ എങ്ങനെയാണ് ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടത് എന്നത് കേട്ടിട്ടില്ല. അയാൾ എങ്ങനെയാണ് ഈ ക്രൂരമായ കുറ്റകൃത്യത്തിന് സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരുടെ വയറ് കീറി ഭ്രൂണം പുറത്തെടുത്താണ് ഞാൻ കൊന്നത് എന്ന് ആശിഷ് ഖേത്തൻ എന്ന ജേർണലിസ്റ്റിന് നൽകിയ ഇന്റർവ്യൂയെ കുറിച്ച് അവർ കേട്ടിട്ടില്ല. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ 2K കിഡ്സ് നരോദ പാർട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നു, ബാബു ബജറംഗിയെക്കുറിച്ച് അന്വേഷിക്കുന്നു, BJPയുടെ മായ കൊട്നാനിയെ കുറിച്ച് അന്വേഷിക്കുന്നു. അവരുടെ സെർച്ചിലെത്തുന്നു ഗോദ്ര, അവരുടെ സെർച്ചിലെത്തുന്നു നരോദ പാട്ടിയ. ആ നരോദ പാട്ടിയിൽ ഹരൺ പാണ്ഡ്യ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രിയുണ്ട് കേട്ടോ. ഗുജറാത്തിലെ ഹോം മിനിസ്റ്റർ ആണ് കേട്ടോ. സുനിത വില്യംസിന്റെ കസിനാണ് കേട്ടോ. ആ ഹരൺ പാണ്ഡ്യ കൃഷ്ണയ്യർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മൊഴിയുണ്ട് കേട്ടോ. ആ മൊഴിയിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റിൽ യഥാർത്ഥത്തിൽ 2K കിഡ്സ് തെരഞ്ഞു പോകുമ്പോൾ അങ്ങേയറ്റത്ത് ചെന്ന് നിൽക്കുന്ന രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേര് ജസ്റ്റിസ് VA കൃഷ്ണയുടെ മൊഴിയിൽ ഈ പറയുന്ന റിപ്പോർട്ടിലുണ്ട് കേട്ടോ. അതൊക്കെ പുതിയ 2K കിഡ്സ് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹരൺ പാണ്ഡ്യ കൊല്ലപ്പെട്ടു കേട്ടോ. ഇനി ഹരൺ പാണ്ഡ്യ കൊല്ലപ്പെട്ടെന്ന് മാത്രമല്ല, അതെങ്ങനെ കൊല്ലപ്പെട്ടു എന്നതും കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ശവശരീരത്തിൽ റീത്ത് വയ്ക്കാൻ ഒരാളെ ഞാൻ അനുവദിക്കില്ലെന്ന് ഹരൺ പാണ്ഡ്യയുടെ അച്ഛൻ പറയുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പുതിയ തലമുറ കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ സിനിമ കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, ചരിത്രത്തെ ഒരു പുനർവായനയ്ക്ക് ഡോക്ടർ അരുൺ ഈ ആർജവം എന്താണ്? ഡോക്ടർ അരുൺ ഹെയിൽ ചെയ്യുന്ന പൃഥ്വിരാജിന്റെ ടീമിനും ഇല്ലാത്തത്. താങ്കളൊന്നും വളക്കണ്ട. പൃഥ്വിരാജ് നല്ല
സിനിമയാണ് ആ സിനിമ എടുത്തത്. ആ സിനിമയുടെ മിണ്ടുന്നില്ല. പടം കട്ട് ആ ചെയ്തിട്ട് സിനിമയുടെ മിണ്ടാതിരിക്കുക. രാഷ്ട്രീയ impact എന്താണെന്നറിയാമോ? പടം കട്ട് ചെയ്തിട്ട് ഗോപാലകൃഷ്ണൻ മിണ്ടാതിരിക്കുക. ടിവിയിൽ പറഞ്ഞതാ. വീട്ടിലുള്ളവർ സംസാരിച്ച എന്താ? പോലെ പൃഥ്വിരാജ് മിണ്ടണം. നിങ്ങൾ പൃഥ്വിരാജിനെ അല്ല ഭയക്കുന്നത്, പൃഥ്വിരാജിന്റെ ഭാര്യ പോലും ഭയക്കുന്നു. പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ ഭയക്കുന്നു ഇവിടുത്തെ ബിജെപി നേതൃത്വം. അതുകൊണ്ട് നോക്കൂ, ഈ ഇരിക്കുന്ന സുജിയെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് ഈ ബി ഗോപാലകൃഷ്ണന്റെ പ്രസംഗം. എന്താ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞെന്നറിയോ? മല്ലിക സുമാരൻ ആദ്യം പോയി വീട്ടിലിരിക്കുന്ന മരുമകളെ അമ്മായിയമ്മ നിലയ്ക്ക് നിർത്തണമെന്ന്. കേരളത്തിലെ 2K കിഡ്സാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ബി ഗോപാലകൃഷ്ണന്റെ സംഘപരിവാർ ബോധം പിൻപറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. എക്സ്പോസ് ചെയ്തിരിക്കുന്നു സംഘപരിവാറിനെ. എങ്ങനെ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്? അമ്മായിയമ്മമാർ വീട്ടിൽ നിലയ്ക്ക് അതുപോലെ നിർത്തേണ്ട മുസ്ലിം പെണ്ണുങ്ങളാണ് ഈ കേരളത്തിലെ ബഹളം വയ്ക്കല്ലേ, പറഞ്ഞു അസ്വസ്ഥതയുണ്ടാവും. തുറന്ന് കാട്ടപ്പെടുമ്പോ പൊള്ളും സുജയ. വീട്ടിലിരിക്കുന്ന പെൺകുട്ടികൾ അമ്മായിയമ്മമാർ നിലയ്ക്ക് നിർത്തേണ്ട പീസുകളാണ് അല്ലെങ്കിൽ വ്യക്തികളാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ബി ഗോപാലകൃഷ്ണൻ ഉണ്ടല്ലോ. വീട്ടിൽ അമ്മായിയമ്മമാർ മരുമക്കളെ നിലയ്ക്ക് നിർത്തണമെന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ആറ്റിറ്റ്യൂഡ് എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഹരൺ പാണ്ഡ്യ എക്സ്പോസ് ചെയ്യപ്പെട്ടു. ബാബു ബജ്രംഗി എക്സ്പോസ് ചെയ്യപ്പെട്ടു. മായ കൊട്നാനി എക്സ്പോസ് ചെയ്യപ്പെട്ടു. ബിൽക്കിസ് ബാനു എക്സ്പോസ് ചെയ്യപ്പെട്ടു. ബിൽക്കിസ് ബാനുവിന്റെ കൊലപാതകി രാഹുൽജി എക്സ്പോസ് ചെയ്യപ്പെട്ടു. ആ രാഹുൽജിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയ സ്വീകരണം എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഈ അഹമ്മദാബാദിലെ 2000-ഓളം വരുന്ന കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് കേരളത്തിലെ കുട്ടികൾ മനസ്സിലാക്കി. വംശഹത്യയായിരുന്നു അത്, ജീനോസൈഡ് ആയിരുന്നു അത്. ഇറ്റ്സ് നോട്ട് എ മിയർ റയട്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി. ആ സിനിമയുടെ ത്രെഡ് അതാ. നിങ്ങൾക്ക് 24 കട്ടിൽ നോക്കൂ, 7 കട്ടുകൾ ബാബു ബജ്രംഗിയുടെ പേരെടുത്തു മാറ്റിയതാ. ചരിത്രത്തിൽ നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗോഡ്സെ എടുത്തു മാറ്റാം, ഗാന്ധിവധം ഒഴിവാക്കാം. പക്ഷേ പുതിയ കുട്ടി അത് സിനിമകളിലൂടെ പഠിക്കും, കവിതകളിലൂടെ പഠിക്കും. ചരിത്രത്തിലൂടെ അവരെ പഠിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ച ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കും. ലജ്ജയില്ലേ എന്ന് ചോദിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് വിദ്യാർത്ഥികൾ പലരും പങ്കുവെച്ചൊരു കവിതയുണ്ട്, സച്ചിദാനന്ദൻ മാഷിന്റെ കവിതയാ. ആ കവിതയുടെ ഒരു ഭാഗം ഇങ്ങനെയാ, ഇത്രയേ ഉള്ളൂ. ഒരമ്മയും സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ചിതയിലേക്ക് പെറ്റിട്ടുണ്ടാവില്ല. ഒരു നിലവിളിയും ഉയരും മുൻപേ ചാരമായിട്ടുണ്ടാവില്ല. ഇന്ത്യയിലെ അമ്മമാരെ നിങ്ങളിനി പ്രസവിക്കുകയും വേണ്ട എന്നുള്ളതാണ് സച്ചിദാനന്ദ മാഷിന്റെ കവിത. എത്ര ഹൃദയത്തിൽ തട്ടുന്നതാണ്, ഇതാരെക്കുറിച്ചുള്ളതാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമ അതിൻ്റെ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റിയിരിക്കുന്നു. 24 വെട്ടേറ്റ എമ്പുരാൻ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള എമ്പുരാനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് സിനിമ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്താണെന്ന് കേരളക്കരയാകെ മനസ്സിലാക്കിയിരിക്കുന്നു. എക്സ്പോസ് ചെയ്യപ്പെട്ട് ജീർണിച്ച മുഖവുമായിട്ടാണ്, വികൃതമാക്കപ്പെട്ട മുഖവുമായിട്ടാണ് സംഘപരിവാർ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ദേ വർ എക്സ്പോസ്ഡ് thoroughly. ഒരിടവേള. Meet the editors.